ശശി തരൂരിനെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് ഹൈക്കമാൻഡ്. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനൊന്നും അദ്ദേഹത്തെ വിളിച്ചതുമില്ല, ഒന്നുമില്ല. അദ്ദേഹം വിദേശ പര്യടനവും മോദി സ്തുതിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ തരൂരിനെ വിൽപ്പനയ്ക്ക് വെച്ചാലോ എന്ന് പോലും ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ട്, ആഡി സെയിലൊക്കെ പോലെ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, കുറച്ച് നാളായി നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ശശി തരൂർ BJP-യിലേക്ക്, അതാണ് വാർത്തയുടെ ഹെഡിങ് എന്ന് പറയുന്നത്. പലരും ആകാംക്ഷയുടെ അതൊക്കെ ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആ വാർത്തകൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത് എങ്ങും ആവുന്നില്ല. എന്നാൽ കോൺഗ്രസ് ആണോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശശി തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ശശി തരൂരിൻ്റെ പൊസിഷൻ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. നമ്മൾ ഈ IPL-ലും ISL-ലും ഒക്കെ കാണുന്ന പോലെ കളിച്ചൊരു പരുവത്തിലാകുന്ന ആളുകളെ അവസാനം ക്ലബ്ബ് എന്ത് ചെയ്യും? വിൽപ്പനയ്ക്ക് വെക്കും. അത്തരത്തിലുള്ളൊരു സ്ഥിതിയിലേക്ക് തരൂർ എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തരൂരിനെ ഇനി കോൺഗ്രസ്സിന് വേണ്ട. പക്ഷേ കോൺഗ്രസ്സിന് തരൂരിനെ ഉപേക്ഷിക്കണമെങ്കിൽ വെറുതെ കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തരൂർ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ വിൽപ്പനയ്ക്കെന്ന് പറയുന്ന ഒരു ടാഗ് മിക്കവാറും തന്നെ ചുമന്ന് നടക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് മാറ്റം വരണം എങ്കിൽ ശശി തരൂർ തന്നെ വിചാരിച്ചാൽ മതിയാവും. കാരണം കോൺഗ്രസ്സിന് തീരുമാനിക്കില്ല എന്ന് ശശി തരൂരിന് അറിയാം, അല്ലെങ്കിൽ ശശി തരൂർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം കോൺഗ്രസ്സിന് ശശി തരൂരിനെ ഇനി കൊണ്ടു നടക്കാനായിട്ട് പറ്റില്ല. കൊണ്ടു നടക്കണമെങ്കിൽ ശശി തരൂർ കൃത്യമായിട്ട് കോൺഗ്രസ്സിനൊപ്പം നിൽക്കും എന്ന് കരുതപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ട. കാരണം ഇത് പാർട്ടിയാണ്. പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടി വിരുദ്ധമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയാൽ പാർട്ടിക്ക് അത് സ്വീകാര്യമായില്ല. പക്ഷേ വേണമെങ്കിൽ ശശി തരൂരിന് നിൽക്കാം, ഇങ്ങനെ നിൽക്കാം, കോൺഗ്രസ്സിൽ തന്നെ നിൽക്കുകയും കോൺഗ്രസ്സിലെ നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതേപോലെ തന്നെ മറ്റ് പാർട്ടികളുടെ പ്രവർത്തനങ്ങളിലെ നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചീത്ത കാര്യങ്ങളെ ഒക്കെ എതിർക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിശാലമായിട്ടുള്ള സ്പിയറിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ശശി തരൂർ നിൽക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. തർക്കമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ നിന്നാൽ ശശി തരൂരിന് സ്ഥാനമാനങ്ങളെന്ന് പറയുന്ന ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതിൻ്റെ അകത്ത് ഒരു ഗുഡ് അംബാസിഡർ എന്ന നിലക്ക് മാത്രമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് പക്ഷേ അറിയാം, രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെ അംബാസിഡർ ജോലി മാത്രമല്ല. നമുക്ക് അധികാരം കിട്ടണം. അധികാരത്തിന് വേണ്ടിയാണ് ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയാൽ ശശി തരൂരിന് ഒരു കാലത്തും കോൺഗ്രസ്സിൽ നിന്ന് അംഗീകാരം ഉണ്ടാവില്ല, കോൺഗ്രസ്സിൽ നിന്ന് സ്ഥാനമാനങ്ങൾ കിട്ടില്ല. അതുകൊണ്ട് ശശി തരൂർ മറ്റ് എവിടെയെങ്കിലും പോകണം എന്നുള്ളതാണ്. അപ്പോൾ തരൂർ തന്നെ പലപ്പോഴും പറയുന്നുണ്ട്, ഞാൻ എന്തായാലും BJP-യിലേക്കില്ല. BJP-യിലേക്കില്ല എന്ന് പറയുന്നത് BJP-യുടെ രാഷ്ട്രീയമായിട്ട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനതിൻ്റെ തിരിക്കില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടെ പോകും? പിന്നെ ആരാണ് ഇദ്ദേഹത്തെ കൊണ്ടു നടക്കാനായിട്ട്? കേരളത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്പേസ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരിക്കലും സംസ്ഥാന രാഷ്ട്രീയത്തിനകത്ത് ഒതുങ്ങേണ്ട ഒരു നേതാവല്ല. സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന സ്ഥാനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണ്. CPM എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം തരൂരിന് കൊടുക്കും എന്ന് നമുക്ക് കരുതാനാവില്ല. അപ്പോൾ അതുകൊണ്ട് CPM-ലേക്ക് പോകുന്ന ഒരു വഴി തരൂരിൻ്റെ മുന്നിൽ കാണില്ല എന്ന് നമ്മൾ കരുതുന്നത്. BJP ആണ് പക്ഷേ അദ്ദേഹത്തിന് വലിയ ഓഫറുകൾ വെച്ച് ഇപ്പം നിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് ഓഫർ നമുക്കറിയില്ല. പക്ഷേ BJP-ക്ക് ഓഫർ കൊടുക്കാനുണ്ട്. കാരണം BJP കേന്ദ്രത്തിലെ അധികാരത്തിലിരിക്കുന്നൊരു പാർട്ടിയാണ്. കേന്ദ്രത്തിന് പലതും കൊടുക്കാനായിട്ട് കഴിയും. ശശി തരൂരിന് ഒരുപാട് സാധ്യതകൾ ഉള്ള ഒരു മേഖല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്രം തന്നെയാണ്. അപ്പോൾ കേന്ദ്രം കോൺഗ്രസ് എന്ത് ഭരിക്കും എന്ന് ചോദിച്ചാൽ നമുക്കൊരു കൃത്യമായിട്ട് ഉത്തരവൊന്നും എന്തായാലും ഇല്ല. ഏതായാലും അടുത്ത 5 വർഷത്തേക്ക് BJP തന്നെയാണ്. അത് കഴിഞ്ഞാലും BJP തന്നെ വരാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. പക്ഷേ പ്രവചനങ്ങൾക്ക് പ്രസക്തിയില്ല. വലിയ വ്യത്യസ്തമായിട്ടുള്ള കൊടുങ്കാറ്റ് പോലെയുള്ള രാഷ്ട്രീയ പ്രക്ഷുബ്ധതകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് മുന്നണിയും പൊളിയുകയോ മാറുകയോ പുതിയ ഭരണകൂടങ്ങൾ വരികയോ ഒക്കെ ചെയ്യാൻ സാധ്യതകളുണ്ട്. അവർ നാച്ചുറൽ പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ BJP തന്നെയായിരിക്കും അടുത്ത ഭരണത്തിലേക്കും വരാൻ സാധ്യത എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം BJP-യുടെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏറ്റവും പവർഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. മോദി പോലും അങ്ങനെയാണ് BJP-യുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അദ്ദേഹത്തെ ഗുജറാത്തിൽ നിർത്തി പരീക്ഷണമൊക്കെ നടത്തി, പരീക്ഷണത്തിൽ പൂർണ്ണമായിട്ടും വിജയമാണെന്ന് തോന്നിയപ്പോഴാണ് RSS അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും കേന്ദ്രത്തിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കി മാറ്റുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് മാറ്റേണ്ട സമയമായി.
RSSനും BJPക്കും ഇദ്ദേഹത്തെ മാറ്റേണ്ട സമയം എന്നുള്ള ബോധ്യം ഉണ്ട് തന്നെ. അപ്പോൾ പുതിയ ഒരാളെ വേണം. ആ ആളെ അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തീർച്ചയായിട്ടും പല മന്ത്രിമാരെയും ഇപ്പോൾ ഉള്ള മന്ത്രിമാരെയൊക്കെ മാറ്റി പുതിയ മന്ത്രിമാരെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള ചിന്ത BJPക്കകത്തുണ്ടാകും. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ മന്ത്രിമാരുടെ കൂട്ടത്തിലേക്ക് പ്രധാനമന്ത്രി എന്ന് പറയുന്ന സ്ഥാനമല്ല, മറ്റേതെങ്കിലും പ്രത്യേകിച്ച് ഈ വിദേശകാര്യമൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധനായിട്ടുള്ള ഒരാൾ ആണ് തരൂർ എന്നുള്ളതിൻ്റെ പേരിൽ അത്തരം ഒരു ഓഫർ വേണമെങ്കിൽ തരൂരിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, അയാൾ എഴുതുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ എന്തെഴുതുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. അത്തരം എഴുത്തുകളെല്ലാം അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൊസിഷനെ രേഖപ്പെടുത്തേണ്ടത് ഞാൻ ഇന്നതാണ് എന്ന്. ഓരോ മനുഷ്യരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എൻ്റെ രാഷ്ട്രീയം ഇന്നതാണ്. അത് എന്താകണം എന്ന് അടിയന്തരമായിട്ട് ശശി തരൂർ തീരുമാനിക്കേണ്ട സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് വീണ്ടും ഇങ്ങനെ നിരന്തരമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും അതേപോലെ തന്നെ തരൂർ എന്ന് പറയുന്ന വ്യക്തി വിൽപ്പനയ്ക്ക് എന്ന് പറയുന്നതിന് കൂടുതൽ പ്രസക്തി ഉണ്ടാവുകയും ചെയ്യും. അല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കുറേ കാലമായിട്ട് ഇങ്ങനെ കേൾക്കുകയാണ്, ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തരൂരിനെ സംബന്ധിച്ചും കോൺഗ്രസിൽ നല്ലൊരു സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തരൂർ പോവില്ല. അതോടൊപ്പം തന്നെ ഈ വിദേശ സന്ദർശനത്തിന് പോലും തരൂരിൻ്റെ പേര് അവർ രേഖപ്പെടുത്തിയില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഒരു വിഷമം ഉണ്ടാവും. ഇത്രയധികം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും തിരുവനന്തപുരത്ത് ഒരു ശക്തമായ മത്സരങ്ങളുണ്ടായപ്പോൾ പോലും BJPയെ പരാജയപ്പെടുത്താനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പല ഇടപെടലുകളും ഒക്കെ രാജ്യ താല്പര്യത്തിനുമൊക്കെ അധികം സംഭാവനകൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കോൺഗ്രസ്സിന് എന്തുകൊണ്ടോ ചില വ്യക്തി താല്പര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ ഉയർത്താൻ താല്പര്യം കാണിക്കാത്തത്. അത് പക്ഷേ തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ നല്ല സമയങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ്. അല്ല, തരൂരിൻ്റെ ഒരു രാഷ്ട്രീയ ആവാസ വ്യവസ്ഥയുണ്ട്. എന്നുവെച്ചാൽ ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്നുള്ള സാധനം. അത് തരൂരിന് പാകപ്പെട്ടത് കോൺഗ്രസിൻ്റെയാണ്, BJPയുടേതല്ല. അതാണ് പ്രശ്നം എന്നെനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കാൻ തന്നെയാണ് ആക്ച്വലി ആഗ്രഹിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അദ്ദേഹത്തെ അടുപ്പിക്കുന്നില്ല. അതാണ് പ്രശ്നം. അതായത് ഹൈക്കമാൻഡും ശശി തരൂരും കൂടി പൊരുത്തപ്പെട്ടു പോയില്ല. അത് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പൊളിറ്റിക്സിൻ്റെ ഒരു ലിമിറ്റേഷനാണ്, പരിമിതിയാണ്. അതായത് വളരെയധികം കഴിവുള്ള ഒരാളെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് കോൺഗ്രസ്സിന് അറിയില്ല എന്നുള്ളതാണ്. കോൺഗ്രസ്സിന് ഹൈക്കമാൻഡ് പറയുന്നത് കേൾക്കുന്ന ഒരാളാണ് വേണ്ടത്. ശശി തരൂർ അങ്ങനെ കേൾക്കുകയാണെന്ന് വെച്ചാൽ ശശി തരൂർ പോരൂ എന്ന നില. അത് പക്ഷേ ഞാൻ പറയുന്നത് ഒരുപാട് കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിൽക്കാൻ കഴിയില്ല. ശശി തരൂരിന് ഇങ്ങനെ ഇവരുടെ ഒരു പാവയായിട്ട് നിൽക്കാൻ പറ്റില്ല. അയാൾക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ഓഡിയൻസും ഉണ്ട്. അത് കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമൊക്കെ അങ്ങനെ ഒരുപാട് ഓഡിയൻസാണ്. ഇടക്കിടക്ക് ഇപ്പോൾ അദ്ദേഹം ഈ വിദേശത്തേക്ക് പോകുന്നത് വലിയ സെമിനാറുകളിലും മറ്റുമൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെടുന്ന ആളുകൾ ആരാണ്? വളരെ വളരെ വിരളമായ വ്യക്തികൾ മാത്രമേ. ഇതൊക്കെ മനസ്സിലാക്കി കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം അയാളായിട്ട് സംസാരിക്കാം. ഇവർ സംസാരിക്കാൻ പോലും തയ്യാറല്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല ശശി തരൂരും അതുപോലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്. അത് മാറണം. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രമുഖനായിട്ടുള്ള നേതാവ് MPയോ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അയാളെ വിളിച്ച് സംസാരിക്കേണ്ടത് ആവശ്യമാണ്. ഇവരങ്ങനെ സംസാരിക്കുകയും ആ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യുകയും ചെയ്താൽ അത് രാജ്യത്തിന് നല്ലതാണ്, കോൺഗ്രസിന് നല്ലതാണ്. അങ്ങനെ ഈ വിഷയത്തിനൊരു പരിസമാപ്തി നമുക്ക് കാണാൻ കഴിയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.